വയനാട്ടിലെ നരഭോജി കടുവയെ കണ്ടെത്തി എന്നൊരു സൂചന വരികയാണ്. തറാട്ടിൽ എന്ന സ്ഥലത്താണ് കടുവയെ കണ്ടതായി സംശയമുള്ളത്. കടുവയെ കണ്ടെന്നുള്ള സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് കടുവാ ദൗത്യത്തിന് പോയ RRT സംഘത്തിലെ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത കൂടി നമ്മളെ തേടിയെത്തിയാണ്. ഇവിടെയാണ് അത് കുറച്ചുകൂടി ആശങ്കാജനകമാകുന്നത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ പരിക്കേറ്റത് എങ്ങനെയാണ്? ആർക്കാണ് പരിക്കേറ്റത്? കടുവയെ കണ്ടെന്നത് ആരാണ് കണ്ടത്? എന്താണ് നിലവിലുണ്ടാകുന്ന സംശയങ്ങൾ, സൂചനകളൊക്കെ എന്താണ്? ആര്യ, ഈ കടുവ ദൗത്യത്തിന് വേണ്ടിയിട്ട് അവരെ മയക്കുവെടി വെക്കാനും നിരീക്ഷണത്തിനുമായിട്ട് ഇന്ന് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു 20 അംഗ RRT ടീമും അതുപോലെ തന്നെ ഇന്ന് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ കാടിൻ്റെ കടുവയെ കണ്ടു എന്ന് പറയുന്ന പഞ്ചാരക്കൊല്ലിയുടെ കാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിരുന്നു. അല്പസമയം മുൻപാണ് ഈ കടുവ ദൗത്യത്തിന് പോയ ഒരു RRT അംഗത്തിന് ഇപ്പോൾ ഈ തറാട്ടിൽ, അതായത് നേരത്തെ രാധ മരിച്ച ആ ഭാഗം തന്നെയാണ്, അവിടെയുള്ളൊരു തറാട്ടിൽ എന്ന പ്രദേശത്ത് വെച്ച്, മേഖലയിൽ വെച്ച് വന്യജീവി ആക്രമണത്തിൽ ഒരു RRT അംഗത്തിന് പരിക്ക് പറ്റി എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ അത് കടുവയാണോ ആക്രമിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അക്കാര്യം സ്ഥിരീകരിച്ചതല്ല. അതേസമയം തന്നെ കടുവയെ കണ്ടതായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു സൂചനയും ഇപ്പോൾ പറയുന്നുണ്ട്. അത് കടുവയെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ RRT അംഗത്തിന് പരിക്ക് പറ്റിയത് അത് വന്യജീവി ആക്രമണം കൊണ്ടാണ്. പക്ഷെ അത് കടുവയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളാണോ ആക്രമിച്ചതെന്ന കാര്യത്തിൽ ഇതൊരു വ്യക്തതയില്ല. ഇന്ന് രാവിലെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷമാണ് ഈ കാടിന്റെ വിവിധ മേഖലകളിലേക്ക് ഇത്തരത്തിൽ ആളുകളെ സജ്ജമാക്കി മയക്കുവെടി വെക്കാനും കടുവയെ കണ്ടു എന്ന് സംശയമുള്ള സ്ഥലവും ഇദ്ദേഹത്തിന് പരിക്കേറ്റതും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെയാണോ? അതായത് തറാട്ടിൽ ഭാഗം, അതായത് പഞ്ചാരക്കൊല്ലിയിൽ നേരത്തെ രാധ മരിച്ചിരുന്ന സ്ഥലമുണ്ട്. ഏകദേശം ആ ഭാഗം തന്നെയാണ്. ആ ഭാഗത്ത് നിന്ന് ഒരു 100-200 മീറ്റർ മാറിയിട്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ആ സ്ഥലത്തിനടുത്ത് നേരത്തെ രാധക്ക് പരിക്ക് പറ്റിയ ആ പ്രദേശത്തിൽ നിന്നും ഒരു 200-300 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഇത്തരത്തിൽ RRT അംഗത്തിന് പരിക്ക് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമല്ല, ഈ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡ് മുകളിലേക്ക് കയറി പോകണം. രണ്ട് ഭാഗത്തും വനമാണ്. അവിടെ വെച്ചാണ് പരിക്ക് പറ്റിയത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ പെർമിഷൻ ഇല്ല. ഉടനെ തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം, അതായത് ഫോറസ്റ്റ് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം ഇപ്പോൾ വിവിധ വാഹനങ്ങളിലായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പരിക്ക് പറ്റിയ RRT അംഗത്തെ രക്ഷപ്പെടുത്തുക, അവർക്കുള്ള ശുശ്രൂഷ നൽകുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുമുണ്ട്. കൂടുതൽ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് വന്യജീവി ആക്രമണത്തിൽ തന്നെയാണോ, അതായത് കടുവയാണോ ആനയാണോ ആക്രമിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇംതിയാസ്, ഈ പ്രദേശത്ത് 3 കൂടുകൾ സ്ഥാപിച്ചിരുന്നല്ലോ കടുവയെ പിടികൂടാൻ വേണ്ടി. അതിൽ ഈ കൂടുകൾ തറാട്ടിലുണ്ടോ? ഏതെങ്കിലും കൂട് തറാട്ടിലാണോ? 100-200 മീറ്റർ ദൂരമെന്ന് പറയുമ്പോൾ ഈ മേഖലകളിൽ തന്നെയാണ് 3 കൂടുകളും സ്ഥാപിച്ചിട്ടുള്ളത്. ആ കൂടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ കടുവയെ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞ ഭാഗങ്ങളിലുമൊക്കെയാണ് പരിശോധന നടത്തുന്നത്. അതിനൊരു ടീമിനെ നിയോഗിച്ച്, അതായത് ഇതിൻ്റെ ഈ ഭൂപ്രകൃതി എല്ലാം നോക്കി ഒരു ജിയോഗ്രഫിക്കൽ എല്ലാം ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ക്യാമറകളടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഘത്തെ നിയോഗിച്ച് ഇന്ന് രാവിലെ ആ ദൗത്യത്തിനായി പറഞ്ഞയച്ചിരുന്നത്. അതിൽ ഒരു ദൗത്യം നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തു കൂടിയായിരുന്നു മുകളിലോട്ട് പോയത്. ആ സംഘത്തിൽപ്പെട്ട ഒരു 8 അംഗ ടീമിൽപ്പെട്ട ഒരാൾക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വനം ഉദ്യോഗസ്ഥരുടെ തന്നെ പരിശോധന ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഫോറസ്റ്റ് ഓഫീസർ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ആ ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളെല്ലാം നിൽക്കുകയാണ്. കാരണം കുറച്ചുകൂടി മുകൾ ഭാഗത്താണ് ഉള്ളത്.